ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് അടി കപ്പിൾസ്. ഫുഡ് അടി കപ്പിൾസിന്റെ മറ്റൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ റംസാൻ സീരീസിലെ നെക്സ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. തമ്പനയിൽ കണ്ടപ്പോഴേ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. യെസ്, സിമ്പിൾ ആയിട്ടും ടേസ്റ്റി ആയിട്ടും കിടിലനായിട്ടും ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുമുള്ള ഒരു ഓറഞ്ച് ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് റെസിപ്പിയിലോട്ട് പോകാം. ബാ. അപ്പൊ നമ്മുടെ ജ്യൂസിന് വേണ്ടിയിട്ട് നല്ല മൊഞ്ചത്തി കുട്ടികളായിട്ടുള്ള 4 ഓറഞ്ച് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പക്ഷേ 4 ഓറഞ്ച് എനിക്ക് വേണ്ട, 2 ഓറഞ്ച് മതി. കാരണം എന്താണെന്ന് അറിയുമോ, ഓറഞ്ചിനൊക്കെ ഇപ്പോൾ പിടുത്തം വിട്ട റേറ്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റംസാൻ ടൈമും കൂടെ ആയതുകൊണ്ട് പിന്നെ പറയണ്ട, ഫ്രൂട്ട്സ് അടി ചെന്നാൽ ഏതെടുക്കാൻ നോക്കിയാൽ നല്ല വിലയാണ്. അപ്പം ഈ 2 ഓറഞ്ച് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരുപാട് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും എന്ന് നോക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയാൽ പോരെയെന്ന്. വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസിൽ ടേസ്റ്റ് കുറയും. അപ്പോൾ എനിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ്താർ ടൈമിൽ നന്നായിട്ട് ദാഹിക്കും. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല ദാഹമാണ് ഉണ്ടാകുക. അങ്ങനെ വെള്ളം കുടിച്ചങ്ങ് വയറ് നിറക്കുക എന്നുള്ളതാണ് എൻ്റെയൊക്കെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ടേസ്റ്റിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഈ 2 ഓറഞ്ച് വെച്ചിട്ട് ഒരുപാട് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ? നോക്കാം നമുക്ക്. ബാ. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് ഈ കത്തിയും പിടിച്ചിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും കൂടെ ഒരു ഹെൽപ്പിന് കയറാം. പിന്നെ വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജ്യൂസ് കണ്ടുപിടിച്ച വ്യക്തി ഞാനാണ്. പിന്നെ അതുകൊണ്ടാണ് ഞാനും കൂടെ ഇതിനകത്ത് ഇൻവോൾവ് ആവാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതുപോലത്തെ ഇത് ഓറഞ്ച് അല്ല, പ്രോപ്പറായിട്ട് പറഞ്ഞാൽ ഇത് മുസംബിയാണ്. ഇത് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഓരോ കുരുക്കളും എടുത്ത് നമ്മൾ കളയണം, അല്ലെങ്കിൽ ഇതൊരു കഴിക്കുന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ റിമൂവ് ചെയ്ത് കളയുക ഗൈസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഷടപടയെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. കുറച്ച് നാളായിട്ട് നിങ്ങൾ എന്നെ കാണുന്നില്ല എന്നുള്ളതായിരിക്കും, എന്താ ചെയ്യാനാണ്. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഗൈസ്, എങ്ങോട്ടും പോയിട്ടില്ല. ഞാൻ ബാക്കിൽ ക്യാമറ പിടിച്ചോണ്ടുണ്ടായിരുന്നു. പക്ഷെ രംഗത്ത് വരാനായിട്ടുള്ള ഒരു അവസരം വേണ്ടേ? അപ്പം മാക്സിമം ഇങ്ങനെയുള്ള കുരുക്കൾ നമ്മൾ റിമൂവ് ചെയ്ത് തന്നെ കളയണം. കാരണം എന്നാലേ ഈ കയ്പങ്ങ് മാറുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ പാടുകളില്ല, ദാണ്ട് ഈ വെള്ള പോലെ ഇരിക്കുന്ന സ്കിന്നൊക്കെ ഒന്ന് ജസ്റ്റ് ദാണ്ട് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ജ്യൂസ് കഴിക്കൂല. ഇങ്ങനത്തെ സംഭവങ്ങളും ഇതുപോലെയുള്ള കുരുകൾ കിടക്കുമ്പോഴാണ് ഈ ഓറഞ്ച് ജ്യൂസ്, മുസംബി ജ്യൂസിൻ്റെയൊക്കെ ഭയങ്കരമായിട്ട് കയ്പ് അനുഭവപ്പെടുന്നത്. സോ എല്ലാവരും അത് റിമൂവ് ചെയ്യാനായിട്ട് നോക്കുക. ഞാൻ ഭയങ്കര ഷെഫൊന്നുമല്ല. നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ പിന്നെ ഇവ ഇത് പറഞ്ഞിട്ട് വേണം നമുക്ക് ഇതൊക്കെ ആക്കാണ്. ഇങ്ങനെ എന്നാലും നമ്മൾ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു അത് മനസ്സിലായില്ലേ? അപ്പോൾ ഏതാണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഏതാണ്ട് ഷടപടേന്ന് കാര്യങ്ങൾ എടുക്കുക. എന്താ ഒരു ഭംഗിയൊക്കെ കാണാം. ആമ്പിളർ ഇത് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഭംഗി. ചുമ്മാ അല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും പണ്ടില്ലാതെ ഇത് ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ ആ ഒരു ഇൻട്രസ്റ്റോട് കൂടി വന്നതല്ലേ. ഞാനൊരു ഫ്ലോപ്പിലെങ്കിൽ പറഞ്ഞതാണ്. ഞാനങ്ങ് കയറി പിടിച്ചു ഗൈസ്, വരണം എന്നുള്ളത് ഞാനങ്ങ് നിർബന്ധം പിടിച്ചതെന്തോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജ്യൂസ് ലാഭത്തിന് വേണ്ടി കണ്ടുപിടിച്ചതാണോ അതോ ഇനി ജ്യൂസിന് വില കൂടി, ഫ്രൂട്ട്സിന് വില കൂടി? മോനെ ഉള്ള കാര്യം പറയാനുള്ള ഹക്ക് കാര്യം പറഞ്ഞ, ഈ ഒരു മുസംബി 4 എണ്ണം എടുത്തപ്പോ തന്നെ എത്ര രൂപയായി? 82 രൂപ 84 പൈസ ആയി. സുബ്ഹാനല്ലാഹ്, ഞാൻ കിളി മാറി. 82 രൂപ 84 പൈസ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പുതിയ ഐഡിയ കണ്ടുപിടിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മള് 2 പേരല്ലേ ഉള്ളൂ. അപ്പൊ നമ്മള് 2 പേരുള്ളപ്പം 2 പേർക്ക് 2 ഓറഞ്ച് 2 മുസംബി മതി. അത് മാത്രമല്ല, ഇത് കുറച്ച് കൂടിയ മുസംബിയാണ്, അതുകൊണ്ടാണ് ആ റേറ്റ് വന്നത്. നോർമലി ഉണ്ട്, കിലോയ്ക്ക് 100 രൂപയുള്ള ടൈപ്പും ഉണ്ട്. പക്ഷേ എന്താ പറയാ, അത് അത്ര അങ്ങോട്ട് പോരാ, അതുകൊണ്ടാണ് ആ റേറ്റ് വന്നത്. ഓവറങ്ങ് ചെയ്ത് ഇങ്ങ് പണ്ട് ഒസ വലിയ വലിച്ചാണ് കാവരുത്, കാണാൻ അങ്ങ് തീർന്ന് വലിയ വലിച്ച കഥ. അതെന്താണ് പറയൂ, എന്താണ് ഒസ വലിയ വലിച്ച കള? സോറി, ഉള്ളി തൊലിച്ച കഥ പറയൂ. ഒസ ഉള്ളി തൊലിച്ച കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒസാക്ക് ഉള്ളി കൊടുത്ത് സംഗതി തൊലിക്കാനായിട്ട്. ഒസ ഉള്ളി തൊലിയോടോ തൊലി, പക്ഷെ തൊലിച്ച് അവസാനം എന്തായിന്ന് പറയുമ്പോ, അവസാനം ഉള്ളിയില്ല, ഉള്ളി തീർന്നു. ഒസ എന്ത് ചെയ്യുന്നു, ഉള്ളി തൊലിച്ചോണ്ടിരിക്കുകയാണ്. കീറുന്ന് പോന്ന് അതിന്റെ പോളന്ന് വീണ്ടും തൊലിക്കുന്നു, മറ്റേ വീണ്ടും കീറുമ്പോ വീണ്ടും ഓരോ പീസായിട്ട് വരില്ലേ. അവസാനം കാണാൻ തൊലിച്ച് അവസാനം എൻ്റെ എത്തിയപ്പം സുബ്ഹാനല്ലാഹ് എന്ത് പറയാനാണ്, ഉള്ളിയില്ല.
അപ്പൊ അതിനാണ് ഞങ്ങളെ നാട്ടിൽ പറയാം കള്ളി പൊലിച്ചാൽ ഉള്ളി മൊത്തം തോലാണെന്ന്. പുള്ളിക്കാരൻ അത് വിചാരിച്ചു കാണും, കള്ളി തൊലിച്ചാൽ ഉള്ളി മൊത്തം തോലാണ്. അല്ല, പുള്ളി ഇതൊരു ആവേശത്തിന്റെ പുറത്ത് ചെയ്തതായിരിക്കും. എന്തായാലും ആവട്ടെ. എന്നാലും അതാണ് പറഞ്ഞത്, ഓസ ഉള്ളി തൊലിച്ചാണ് ആവരുത് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ തൊലിച്ച് എവിടം വരെ ആയി? തൊലിച്ചൊക്കെ തീർന്നറിയാം. പിന്നെ അതുപോലെ തന്നെ ഗൈസ്, ഇതിന് വേണ്ടത് ഒരു നാരങ്ങയും കൂടെയാണ് ഗൈസ് വേണ്ടത്. അതുപോലെ തന്നെ ഇതിന് പുറമെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം കേട്ടോ, കാരണം നമ്മളെപ്പോഴും ഹൈജീനിക്ക് എന്ന് പറയുന്ന സംവിധാനം വളരെ നമ്മൾ ഇത് ചെയ്യാറുള്ളത്. ഇതൊക്കെ ജ്യൂസ് മറ്റേ മിക്സിയിൽ ഇട്ടിട്ട് ഇത് പിഴിഞ്ഞേ ഒഴിക്കാവുള്ളൂ. ശ്രദ്ധിക്കുക, ഇതിന്റെ കുരുക്കളൊന്നും പോകരുത്. ഈ ഇന്ന് വീഡിയോ ഞാൻ എടുക്കും, ജ്യൂസ് നിങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, എടുക്കൂ, ജാർ എടുക്കൂ. ഓക്കെ, അപ്പൊ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് കാക്ക അതുകൊണ്ടുള്ള പരിപാടി? ജാർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആദ്യമുള്ള പരിപാടി എന്ന് വെച്ചാൽ ഓറഞ്ച് ഇതാണ്ട് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഓറഞ്ച് എല്ലാം നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഗൈസ്, ഓറഞ്ച് ഇട്ടിട്ടുണ്ട്. ഇനിയുള്ളതായി പറയണ ഒരു നാരങ്ങയാണ്. ഒരു നാരങ്ങ നമ്മൾ ഫുള്ളായിട്ട് പിഴിയണം. ഓക്കെ, പിഴിയുമ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, കുരുക്കൾ പോകില്ല. ഇതിങ്ങനെ ഇത് എൻ്റെ ഒരു പിടിക്കുള്ളൂ ഇതൊക്കെ സിലിമേറ്റേഴ്സ്. ഓക്കെ, ഇത് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടാങ്ക് ഓർ രസ്നപ്പൊടി. ഇതങ്ങോട്ട് എടുക്കാതെ അങ്ങോട്ട് തട്ടുക. അളവ് ഒരു 2 വലിയ സ്പൂണങ്ങ് ഇടുക. ഓക്കെ, ഇതിപ്പോ കുറച്ചുകൂടെ അങ്ങ് ഇടാം, കാരണം എന്തിനാണിത്, വെള്ളം കുടിച്ച് മനുഷ്യ ഊപ്പാട് വരും. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടുതലുണ്ടേ, അതുകൊണ്ടാണ് നിങ്ങൾ പഞ്ചാര ഉണ്ടെന്ന് ഞെട്ടണ്ട. അപ്പൊ ഏകദേശം ഒരു 5-6 ടേബിൾ സ്പൂൺ. ഓക്കെ, ഫൈൻ, അത്രേ ഉള്ളൂ. പിന്നെ ഇത് അടിക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക, വെള്ളം വളരെ ലിമിറ്റ് ചെയ്ത് മാത്രം ഒഴിക്കുക. തണുത്ത വെള്ളം ആയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. തണുത്ത വെള്ളമാണ് ഏറ്റവും ബെറ്റർ, ടേസ്റ്റ് ഉണ്ടായിരിക്കാൻ. അങ്ങനെ നമ്മൾ ഒരു അരിപ്പയൊക്കെ വെക്കണം കേട്ടോ. അരിച്ചെടുക്കണം. പിന്നെ ഉള്ളത് ഇതൊന്നും ആർക്കും അറിഞ്ഞൂടാ, അരിച്ചെടുക്കണം എന്നുള്ളത്. ഇതാണ് നമ്മൾ ഈ കാര്യത്തിൽ ഇടപെടാതിരിക്കും. ഇതാണ് വെറുതെ കിടന്ന് സംസാരിച്ചോണ്ടിരിക്കും. ഇതാണ് പെണ്ണുങ്ങൾ അടുക്കള കയറ്റി ഇതൊക്കെ ഉണ്ട് കുഴപ്പം. പെണ്ണുങ്ങൾ അടുക്കള കയറുന്നോണ്ട് നിങ്ങൾ ആവട്ടെ, സുബ്ഹാനല്ലാഹ്. ഇനി പറഞ്ഞ അവരെ പിന്നെ നമ്മൾ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്, നേരത്തെ കുറച്ച് വെള്ളം വെച്ചാണ് അടിച്ചത്, കാരണം നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. കാരണം 2 ഓറഞ്ച് വെച്ചുകൊണ്ട് ഒരു കാലം വെള്ളം എന്നാണല്ലോ നമ്മുടെ ടാർഗറ്റ്. യെസ്, ഇനി നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. സിമ്പിളാണ് പരിപാടി, വേറെ ഒന്നുമില്ല, എത്രയേ ഉള്ളു. കഴിഞ്ഞു അല്ല, പിന്നെ ഇത്ര പരിപാടിയേ ഉള്ളു. ഇതിനകത്ത് ഇനി വെള്ളം എത്രത്തോളം ഒഴിച്ചു കൊടുക്കുന്നോ അത് തന്നെ ബെറ്റർ. മിക്സി പ്രത്യേകിച്ച് വേറെ കഴുകേണ്ട കാര്യമില്ലെന്ന് സാരം. മിക്സി ഒക്കെ കഴുകണം, കാരണം ഇത് അല്ലെങ്കിൽ ഉറുമ്പൊക്കെ കയറും. ഓഹോ, വെളിയിലൊക്കെ പോയി, സുബ്ഹാനല്ലാഹ്. ഇപ്പൊ തന്നെ ഇതിന്റെ അരപ്പാത്രം വെള്ളം. ഇനി നമ്മൾ വെള്ളം ഒഴിക്കും. അടുത്ത വെള്ളം എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ വെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് രസ്ന പൊടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം വെള്ളം ഇങ്ങനെ ഒഴിച്ചാലും കളർ ഡിഫറൻസ് ഒന്നും പുളിക്ക് നാരങ്ങയും ഭയങ്കര ഐഡിയാസ് ആണ് കേട്ടോ. അതാണ് നമ്മൾ പറയുന്നത്, നമ്മള് 2 ഓറഞ്ച് കൊണ്ട് സത്യം പറയാലോ ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാക്കിയുള്ള സ്നാക്സും കടികളും ഉണ്ടാക്കുന്ന തിരക്കിലാവുമ്പോൾ അധികം വെള്ളം, ഈ ഓറഞ്ച് ജ്യൂസ് ഒക്കെ ആണെങ്കിൽ ഇക്കുനെ കൊണ്ടാണ് ഉണ്ടാക്കിപ്പിക്കല് കേട്ടോ. അപ്പൊ വെള്ളം കുടിക്കുന്ന സമയത്ത് അറിയും ഇക്കു നല്ല ടേസ്റ്റ് ഉണ്ട്, നിങ്ങൾ എന്തൊക്കെ ഇട്ടു, അതൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ സീക്രട്ട് ആണ്. ഞാൻ ഉൾപ്പെടെ ഈ സീക്രട്ട് കണ്ടിരിക്കുകയാണ്. കൊള്ളാം സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, കണ്ടേ ജ്യൂസ് ഇരിക്കുന്നുണ്ടല്ലേ, അത് നല്ല കുറുകി നമ്മൾ ശരിക്കും നല്ല ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് അടിച്ചതിന്റെ സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ ഓറഞ്ച് എടുത്തിട്ട് ജ്യൂസ് അടിച്ച ടേസ്റ്റ് ആണ്. തീർച്ചയായിട്ടും ഞെരിപ്പ് സാധനം, മച്ചാനെ പൊളി. അത് 2 ഓറഞ്ചും കൂടി ഇത്ര തിക്കായിട്ട് ജ്യൂസ് ഉണ്ടാക്കാന്ന് ഇതിനകത്ത് കൊള്ളത്തില്ല. ബാക്കി ഇതിനകത്ത് ഇനി ഇത്രയും ഇരിക്കുകയാണ്. തിക്നെസ് നോക്കൂ. ഓ,
ഇനി ഇതിനും കൂടെ കാണിച്ചു കൊടുത്ത് ഇതിനകത്ത് ഇത്രയും ജ്യൂസ് ഇനിയും ഉണ്ട് ഗൈസ്. ഏകദേശം ഒരു 3-4 ഗ്ലാസോളം വെള്ളം ഇനി ഇതിനകത്തുണ്ട്. അതാണ് നമ്മളെ ജ്യൂസിന്റെ അപ്പൊ ഗൈസ് ദേ കണ്ടല്ലോ നിങ്ങൾ, വെറും 2 ഓറഞ്ച് വെച്ചിട്ടാണ് ദേ ഇത്രയും ജ്യൂസും ബാക്കി ദേ അതിനകത്ത് ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഉൾപ്പെടെ നിങ്ങളെപ്പോലെ തന്നെയാണ് കേട്ടോ. ഞാനും ഇത് എങ്ങനെ ഉണ്ടാക്കണേന്നുള്ളത് ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ വേറെ പല പണിയും കൂടെ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സീക്രറ്റ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കുന്നവരുണ്ടെങ്കിൽ അതും പറയാ, ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നല്ല റിഫ്രഷ് ആണ് കേട്ടോ. കാരണം ഓറഞ്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്കങ്ങ് കുടിക്കുമ്പോൾ നല്ലൊരു റിഫ്രഷ് ആണ്. ഇനി വേണ്ടവർക്ക് ഇതിനകത്ത് വേണമെങ്കിൽ കസ്കസും ചേർത്ത് കൊടുക്കാം. ചില ടൈമിലൊക്കെ ഞങ്ങൾ കസ്കസ് ചേർക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കസ്കസ് ചേർക്കുന്നില്ല. ഇന്നിപ്പോൾ ഫ്രഷ് ആയിട്ട് നോർമലായിട്ട് ഇങ്ങനെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഹൈപ്പ് എന്ന ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. റെസിപ്പി ആയിട്ട് കാണുമ്പോഴേക്ക് ദിസ് ഈസ് ഫുഡ് കപ്പിൾസ് signing